VU2JOSൻ്റെ QSL നെറ്റ് പേജ് നോക്കിയാൽ അതിൽ ഇന്ത്യയിൽ നിന്ന് 3 കിവി SDRകളുണ്ട്. കിവി SDR എന്ന് പറഞ്ഞാൽ വെബ് SDR ആണ്. അത് കുറച്ച് കാലം മുമ്പ് ഞാൻ നോക്കിയപ്പോൾ കൂടുതലുണ്ടായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ. ഇന്നിപ്പോൾ നോക്കിയപ്പോൾ അതിൽ ആക്സസ് ചെയ്യാൻ പറ്റിയത് ദീമാപൂർ, നാഗാലാൻഡിൽ മാത്രമേ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയുള്ളൂ. മുമ്പ് കോയമ്പത്തൂരും ഹൈദരാബാദിലും ബാംഗ്ലൂരൊക്കെ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ഓർമ്മ 2 കൊല്ലം മുമ്പ്. പക്ഷെ ഇപ്പോൾ നോക്കിയപ്പോൾ ആ ലിസ്റ്റിൽ അതില്ല. SDR എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ. പണ്ട് ഹാർഡ്വെയർ ഉപയോഗിച്ച് ചെയ്തിരുന്ന മിക്ക ജോലികളും ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോയിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ അമേച്ചർ റേഡിയോകളൊക്കെ ഒരുവിധം SDR ആണ്. എൻ്റെ FT710 റേഡിയോ ഒക്കെ ഒരു SDR ആണ്. വെബ് SDR എന്ന് പറഞ്ഞാൽ നെറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഒരു SDR ആണ്. അത് ഒന്നിലധികം ആൾക്കാർക്ക് ഒന്നിലധികം ഫ്രീക്വൻസിയിലും ബാൻഡിലും ഒക്കെ ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റുന്ന ആണ് ഈ കിവി വെബ് SDR. അത് സുളു ലീമ ഫോർ വിക്ടർ ഓസ്കർ, വേറെ കോൾ സൈൻ അദ്ദേഹത്തിന് കിലോ ഫോക്സ്ട്രേറ്റ് 6 വിക്ടർ ഓസ്കർ ഡിസൈൻ ചെയ്തതാണ്. കിവി എന്ന് പറയുമ്പോൾ അറിയാലോ, ന്യൂസിലൻഡുകാരനാണ്. അതൊരു നല്ലൊരു എക്യുപ്മെൻ്റാണ്. 0 മുതൽ 30 MHz വരെ അത് ട്യൂൺ ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓൺലൈനായിട്ട് 888 കിവി SDRകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട്. അതിൽ 1169 പേര് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കിവി SDR ലിനക്സ് ബേസ്ഡ് ആണ്, ബീഗിൾ ബോൺ കമ്പ്യൂട്ടറിലാണ്. അഡീഷണലായിട്ട് റേഡിയോ സർക്യൂട്ടുകളുണ്ട്. പലതരത്തിലുള്ള സിഗ്നലുകളും അതിനെ റിസീവ് ചെയ്യാനും ഡീകോഡ് ചെയ്യാനും സാധിക്കും. പ്ലഗ് ആൻഡ് പ്ലേ ആണ്, വേറൊരു കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമില്ല. കിവി SDR2 ബീഗിൾ ബോൺ ഗ്രീൻ അലൂമിനിയം എൻക്ലോഷറിലാണ് വരുന്നത്. അതിന് ധാരാളം ദ്വാരങ്ങളുണ്ട്, അപ്പോൾ നല്ലൊരു കൂളിംഗ് കിട്ടും. ആ എൻക്ലോഷർ തന്നെ ഒരു ഹീറ്റ് സിങ്ക് പോലെയായിട്ട് വർക്ക് ചെയ്യും. പിന്നെ പുറത്തൊരു ഫാൻ വെച്ച് കൂൾ ചെയ്യുകയും ചെയ്യാം. ഷിപ്മെൻറ്റിൽ GPS ആൻ്റണിയും സെൽഫ് ടെസ്റ്റ് കേബിളും ഉണ്ട്. കൂടെ വരുന്ന SD കാർഡ് ഇൻസേർട്ട് ചെയ്യരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അത് ബീഗിൾ ബോൺ ഗ്രീൻ കമ്പ്യൂട്ടറിലെ ഡേബിയൻ ഫയൽ സിസ്റ്റം കറപ്റ്റഡ് ആവുകയാണെങ്കിൽ മാത്രമേ റീഫ്ലാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് SD കാർഡ് തന്നിരിക്കണേ. അല്ലാതെ അതിലിട്ടിട്ടുണ്ടെങ്കിൽ കിവി കോൺഫിഗറേഷൻ നഷ്ടപ്പെട്ടു പോവും, റീഫ്ലാഷ് ചെയ്യേണ്ടി വരും. ഒരു ലോ നോയ്സ് 5 വോൾട്ട് പവർ സപ്ലൈ ഇഥർനെറ്റ് കേബിൾ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്ത്, ഇപ്പോൾ നമ്മളെ വീട്ടിലെ വൈഫൈ റൂട്ടറിൻ്റെ അതിലേക്ക് പിന്നെ ഒരു HF ആൻ്റണിയും വേണം, കണക്ട് ചെയ്യണം. അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലോകത്ത് എവിടെ നിന്നും ഇൻ്റർനെറ്റ് ബ്രൗസർ ഉപയോഗിച്ച് കിവി SDR നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ അത് ആക്സസ് ചെയ്യാൻ പറ്റും. DC പവർ സപ്ലൈ കൊടുക്കുന്ന 5.5 mm റൗണ്ട് കണക്ടറാണ്. ഒരു 2.1 mm സെൻറ്റർ ഹോൾ ഉണ്ടാവും. അതിൻ്റെ റേറ്റിംഗ് 5 വോൾട്ട് 2 ആംപിയർ. നല്ല ക്വാളിറ്റി ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ളതാണല്ലോ. കാരണം കിവി SDR ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് അങ്ങ് വർക്ക് ചെയ്യുന്നതാണ്, നിൽക്കുന്നില്ല. അപ്പോൾ കമ്പനി സജസ്റ്റ് ചെയ്തിരിക്കുന്ന ജെനുവിൻ ആപ്പിൾ USB ഐഫോൺ ചാർജറാണ് നല്ലൊരു പവർ സപ്ലൈ ആയിട്ട്. അമേച്ചർ റേഡിയോ താല്പര്യമുള്ളവർക്ക് ഇത് ഒരു നല്ല കാര്യമാണ്. AM, FM, USB, LSB വോയിസ് സിഗ്നൽസ് ലോകത്തുനിന്ന് എല്ലാ ഭാഗത്തുനിന്നും കിട്ടും. അതിൻ്റെ കൂടെ പോപ്പുലർ ഡിജിറ്റൽ മോഡ്സ് FT4, FT8, വിസ്പർ എല്ലാം ഡീകോഡ് ചെയ്യാനും അതിന് സാധിക്കും. CW ഡീകോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അമേച്ചർ റേഡിയോയിൽ മാത്രമല്ല അത് ഉപയോഗിക്കാവുന്നത്. പിന്നെ വെതർ സിഗ്നൽ, ഫാക്സ് സിഗ്നൽ, DRM ഡിജിറ്റൽ റേഡിയോ മോണ്ടിയാൽ, ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റ് ഒക്കെ അതിൽ റിസീവ് ചെയ്യാൻ പറ്റും. പിന്നെ VLF വെരി ലോ ഫ്രീക്വൻസി, ലോങ് വേവ്, മീഡിയം വേവ്, ഷോർട്ട് വേവ് ഒക്കെ അതിൽ ലിസൺ ചെയ്യാൻ പറ്റും. പിന്നെ വേറെയും കുറേ റേഡിയോ സിഗ്നലുകളുണ്ട് അതിൽ പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നത്. VLF ഒക്കെ സബ്മറീൻ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നതാണെന്ന് അറിയാലോ. കിവി SDR നമ്മൾ വെബ് ബ്രൗസർ വഴി ആക്സസ് ചെയ്യുമ്പോൾ അതിൽ സ്പെക്ട്രം സ്കോപ്പും വാട്ടർഫോൾ ഡിസ്പ്ലേ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓൺലൈനായിട്ട് നമുക്കത് കേൾക്കാം. എനിക്ക് പുതിയ റേഡിയോ കിട്ടുന്നതിന് മുമ്പ് അത് ധാരാളമായിട്ട് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ അപൂർവമായിട്ട് ഉപയോഗിക്കാറുള്ളൂ. ആകെ നമുക്ക് ആവശ്യമുള്ള ഒരു കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റ് കണക്ഷനാണ്. വെബായിട്ട് ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻ്റണിയും റേഡിയോ ഒന്നും ആവശ്യമില്ല. പിന്നെ പല ഹാം റേഡിയോ സുഹൃത്തുക്കളും അവരുടെ സിഗ്നൽ എവിടെയൊക്കെ എത്തുന്നു നോക്കാൻ ഉപയോഗിക്കാറുണ്ട്. റേഡിയോയിലേക്ക് വിളിച്ചിട്ട്
ഏതൊക്കെ ലോകത്തിൻ്റെ ഒക്കെ ഭാഗത്തൊക്കെ കേൾക്കുന്നുണ്ട്, എത്ര സ്ട്രെങ്ത് ഉണ്ട് എന്നൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ആൻറ്റനയുടെ ഡയറക്ഷണൽ പ്രൊപ്പഗേഷനൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അറിയാനൊരു ഐഡിയ കിട്ടും. ഞാനും ഇടയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നോയ്സ് കൂടുതലുള്ള സമയത്ത് വേറൊരു വെബ് SDRൽ എങ്ങനെയുണ്ട് കേൾക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ സ്പ്ലിറ്റ് ഓപ്പറേഷൻ പോലും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് റിസീവിങ് വെബ് SDRൽ ട്രാൻസ്മിറ്റിംഗ് റേഡിയോയിൽ. പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം PTT പ്രസ് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിലെ ഓഡിയോ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആകെപ്പാടെ ശല്യമാവും. ഒരു കിവി SDRലേക്ക്, അതിൻ്റെ ഹാർഡ്വെയറിലേക്ക് ഒരേ സമയം 4 പേർക്ക് ഇൻ്റർനെറ്റ് വഴി ആക്സസ് ചെയ്യാൻ പറ്റും. ചില അമേച്വർ റേഡിയോ ഓപ്പറേറ്റേഴ്സൊക്കെ കുറേ SDRകളൊക്കെ ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. പിന്നെ അതിലൊരു വേറൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സിഗ്നലുകൾ ഉപയോഗിച്ചിട്ട് ഒരു ട്രാൻസ്മിറ്ററിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഓരോ സ്ഥലത്ത് എത്തുന്ന സിഗ്നലുകൾ തമ്മിലുള്ള ചെറിയ ഡിലേ വെച്ചിട്ട് റേഡിയോ ട്രയാങ്കുലേഷൻ ഉപയോഗിച്ച് ഒറിജിൻ ഓഫ് സിഗ്നൽ എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ പണ്ട് ഇവിടെയൊക്കെ ഫോക്സ് ഹണ്ട് ചെയ്യാറുണ്ടായിരുന്നു. കോഴിക്കോട് ഒരു പ്രാവശ്യം ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അതായത് ഒരു റേഡിയോ ട്രാൻസ്മിറ്റർ കിട്ടണമായിരിക്കും, അതിനൊരു സിഗ്നൽ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഡയറക്ഷണൽ ആൻറ്റിനയൊക്കെ വെച്ച് കണ്ടുപിടിക്കുക എവിടെയാണ് ഇത് ഒളിച്ചിരിക്കണേ എന്നുള്ളത്. പല രാജ്യങ്ങളിലും ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. നമുക്കിവിടെ ഞാൻ കണ്ടിട്ടില്ല, പിന്നീട് മാത്രം. അപ്പോൾ ഒന്നും കൂടി സുളു ലീമ 4 വിക്ടർ ഓസ്കർ ജോൺ, പുള്ളിയെ ഞാൻ നേരിട്ട് ഇമെയിലിൽ കോൺടാക്ട് ചെയ്തിരുന്നു. പുള്ളി പെർമിഷൻ തന്നതാണ് പുള്ളിയുടെ ഇമേജസ് യൂസ് ചെയ്തോളാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊന്നും കൂടി നന്ദി പറഞ്ഞുകൊള്ളട്ടെ. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ kivisdr.com ഞാൻ മുമ്പ് ഇംഗ്ലീഷിൽ പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോൻ്റെ ലിങ്ക് അടക്കം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വളരെയധികം നന്ദിയുണ്ട്.